വെൽക്കം ടു ഐഷസ് കിച്ചൻ. ഡേറ്റ്സ് ആൻഡ് നട്ട്സ് റോൾ സ്വീറ്റ് ആണ് ഇന്നത്തെ റെസിപ്പി. ഈ സ്വീറ്റിൽ ഒട്ടും തന്നെ പഞ്ചസാര ചേർക്കാത്തതുകൊണ്ട് ഇതൊരു ഷുഗർ ഫ്രീ ഹെൽത്തി സ്വീറ്റ് കൂടിയാണ്. പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഡേറ്റ്സ്, നട്ട്സ്, പിന്നെ ഒരല്പം നെയ്യുമാണ്. അതുപോലെ തന്നെ ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇതെന്തായാലും നല്ല ക്രഞ്ചിയും സോഫ്റ്റുമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതൊരു 2 കപ്പ് ഈത്തപ്പഴമാണ്. ഇത് ഞാൻ കുരു കളഞ്ഞ് വെച്ചതാണ്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെ ഞാൻ കുരു കളഞ്ഞതെന്ന്. ഇപ്പോൾ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് കുരു കളയേണ്ടെന്ന് ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് തന്നെ കുരു കളഞ്ഞ് റിമൂവ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് വെറൈറ്റി ഈത്തപ്പഴം വേണമെങ്കിലും ഈ റെസിപ്പിക്ക് വേണ്ടി യൂസ് ചെയ്യാം. ഞാൻ കുറച്ചൊന്ന് മുഷിയായിട്ടുള്ള ഒരു ഈത്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മെഷർ ചെയ്യാം. കുരു കളഞ്ഞ ശേഷമാണ് ഞാനൊന്ന് മെഷർ ചെയ്തിട്ടുള്ളത്. 2 കപ്പ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കുറച്ചധികം ഈത്തപ്പഴം ആയാലും കുഴപ്പമില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ചധികം നട്ട്സ് ചേർത്ത് കൊടുത്താലും മതി. അതൊന്നും പ്രശ്നമല്ല. ഞാനൊന്ന് കറക്റ്റ് മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് മെഷർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് മെഷർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇത് പാക്കറ്റിലുള്ള ഈത്തപ്പഴമാണ്. അതുകൊണ്ട് ഞാൻ കഴുകിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് കുരു കളഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ലൂസായിട്ട് വാങ്ങിക്കുന്ന ഈത്തപ്പഴമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. വല്ല പുഴുക്കളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കുന്നതാവും നല്ലത്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഗ്രൈൻഡറിൽ വെച്ചിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇതും കുറച്ച് മുഷിയായിട്ടുള്ള ഈത്തപ്പഴം ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ വെള്ളം ഒട്ടും ചേർക്കരുത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ചേർത്താൽ പിന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളം ചേർക്കാതെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ടുണ്ടാവും. നല്ലവണ്ണം ഒട്ടിപ്പിടിക്കുന്നുണ്ടാവും. നമ്മൾ ഗ്രൈൻഡറിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഗ്രൈൻഡറിൽ നിന്നൊക്കെ നന്നായിട്ട് എടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈത്തപ്പഴം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് നട്ട്സ് ഒന്ന് റെഡിയാക്കാം. ഞാനിപ്പോൾ 1 കപ്പ് നട്ട്സാണ് എടുത്തിട്ടുള്ളത് ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട്. അതൊരു 3/4 കപ്പ് എടുത്താലും മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വാൾനട്ട്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്, കുറച്ച് കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ അതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്ത് കൊടുക്കണം. കത്തി കൊണ്ട് ചോപ്പ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ പൊടിച്ചെടുക്കരുത് ഗ്രൈൻഡറിൽ വെച്ചിട്ട്. അത് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്താൽ മതി. പിന്നെ അതുപോലെ വറുത്ത കടല, പിസ്ത, ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏത് നട്ട്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നട്ട്സ് യൂസ് ചെയ്യുന്നതാവും നല്ലത്. അങ്ങനെ ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക. ഏതാണെങ്കിലും ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം പാനിൽ വെച്ചിട്ട്. അപ്പോൾ ഈ ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈത്തപ്പഴം റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളത്. അതിനായിട്ട് ഞാനൊരു പാന് ചൂടാക്കി അതിലേക്ക് ഞാൻ ഈ നട്ട്സൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറിയ ഫ്ലെയിമിൽ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു കുറച്ച് നേരം ഒരു 2 മിനിറ്റൊക്കെ ചെറിയ ഫ്ലെയിമിൽ ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി. വല്ലാണ്ട് ഡാർക്ക് ആവരുത് നട്ട്സ്. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ഫ്ലെയിമിൽ ഡാർക്ക് ആവാതെ നമ്മൾ എടുത്ത് മാറ്റണം. പിന്നെ ഈ നട്ട്സ് ഡ്രൈ റോസ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ റെസിപ്പിയിൽ ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഡ്രൈ റോസ്റ്റ് ചെയ്താൽ നല്ല ക്രഞ്ചി ആയിട്ടുള്ള സ്വീറ്റ് റെഡിയാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നട്ട്സ് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഈ സെയിം പാനിലാണ് നമുക്ക് ഇനി ഈത്തപ്പഴം റോസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ കഴുകാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ചൂടോട് കൂടി. അപ്പോൾ അതൊന്ന് വൈപ്പ് ചെയ്ത ശേഷം മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് മെൽട്ടായിട്ടുള്ള 2 ടീസ്പൂണല്ല, മെൽട്ടായിട്ടാണെങ്കിൽ ഒരു 3-4 ടീസ്പൂണ് ചേർക്കേണ്ടി വരും. അത് നമ്മളുടെ ഇതിനനുസരിച്ച് ചേർക്കാം. ഇനി നെയ്യ് ഒട്ടും ഇല്ലാതെ കുറച്ച് നെയ്യിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാം. പക്ഷേ നെയ്യ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇത് വേണമെങ്കിൽ നെയ്യ് 2 ടീസ്പൂൺ തന്നെ വേണം. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈത്തപ്പഴം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം.
ഇനി ഈത്തപ്പഴം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നെയ്യിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതായത് എല്ലായിടത്തും നെയ്യ് എത്തുന്ന രീതിയിൽ നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഹാർഡാവും ഫസ്റ്റ്, പിന്നെ നന്നായിട്ട് സോഫ്റ്റായി വരും, നല്ല സ്റ്റിക്കി ആയിട്ട് വരും. പിന്നെ നമ്മൾ സൈഡിൽ നിന്നൊക്കെ പോകുന്നത് പോലെ, അതായത് ഒരു റോളായിട്ട് വരും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി എത്തുന്നത് വരെ നമ്മൾ ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് റോളായി വരുന്നുണ്ട്. ഇപ്പോൾ ആ സ്റ്റിക്കിനെസ് ഒക്കെ പോയിട്ട് ഇപ്പോൾ റോളായിട്ട് വരുന്നുണ്ട്. അതായത് ചെറിയ ഫ്ലെയിമിൽ വേണം. പിന്നെ ഇതിന് ടൈം നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 3 മിനിറ്റോ അല്ലെങ്കിൽ 4 മിനിറ്റോ ഒക്കെ ചെറിയ ഫ്ലെയിമിൽ ചെയ്യേണ്ടി വരും. നന്നായിട്ട് ഇത് മിക്സായി വന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്വീറ്റായി കിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ആക്കിയിട്ട് നമ്മൾ സൈഡിൽ നിന്നൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പാടില്ല. നന്നായിട്ട് ഇത് നെയ്യിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക തന്നെ വേണം. എന്നാലും നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കാതെ നമ്മൾ ചെറുതായിട്ടൊന്ന് നെയ്യിൽ വഴറ്റിയെടുത്ത ശേഷം നട്ട്സൊക്കെ ചേർക്കുകയാണെങ്കിൽ ഇത് ച്യൂയി ആയിട്ടുള്ള സ്വീറ്റ് ആയിരിക്കും കിട്ടൽ. നമുക്ക് നല്ല ക്രഞ്ചി ആയിട്ടുള്ള സ്വീറ്റ് കിട്ടണമെങ്കിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക തന്നെ വേണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നട്ട്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നട്ട്സും ഈത്തപ്പഴം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതായത് നട്ട്സൊക്കെ ഈത്തപ്പഴത്തിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു നല്ലൊരു റോൾ ചെയ്ത് വരും. ആ ഒരു പരുവമാകുമ്പോഴാണ് നമുക്ക് പാനിൽ നിന്ന് എടുക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ നല്ലതായിട്ട് മിക്സായി വന്നിട്ടുള്ളൂ. ഇനി ഇത് പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ട് ഇത് നന്നായിട്ട് റോളായിട്ട് വരും. ഇപ്പോൾ ഇത് നന്നായിട്ട് റോളാവുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ റോളായി വരുന്ന സമയത്താണ് നമ്മൾ ഈ പാനിൽ നിന്ന് മാറ്റേണ്ടത്. ഇപ്പോൾ റോളാവുന്നുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഈ ചൂടോടുകൂടി നമുക്കിത് റോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി അതൊന്ന് ചൂടാറാൻ വെക്കണം. ഒരു 10 മിനിറ്റ് ശേഷം നമുക്ക് ഒന്ന് റോൾ ചെയ്യാം. പിന്നെ റോൾ ചെയ്യുമ്പോൾ ഇതുപോലെ ക്ലീൻ ഫോം ഒരു പ്ലേറ്റിന് മുകളിൽ വെച്ച ശേഷമാണ് അതിലാണ് റോൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇതുപോലെ പ്ലേറ്റിൽ വെക്കുകയാണെങ്കിൽ ഇത് നമുക്ക് സ്റ്റിക്കി ആവും. ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് റോൾ ചെയ്യാൻ പറ്റില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഈ ക്ലിങ് ഫിലിമിലായതുകൊണ്ടാണ് നമുക്ക് ഇത് നന്നായിട്ട് റോൾ ചെയ്യാൻ പറ്റുന്നത്. ഇത് പ്ലേറ്റിൽ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ സ്റ്റിക്കി ആവും, കയ്യിലും സ്റ്റിക്കി ആവും, പ്ലേറ്റിലും നമ്മൾ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലിങ് ഫിലിമിൽ വെച്ചിട്ട് മാത്രം റോൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ ഇടയ്ക്ക് കയ്യിലൊരല്പം നെയ്യ് പുരട്ടിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് റെഡിയായി കിട്ടും സ്വീറ്റ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് സിൽവർ ഫോയിലും വേണമെങ്കിൽ ഇതുപോലെ കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് റോളായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്യാം. വേണമെങ്കിൽ ഇത് ലഡു പോലെ നമുക്ക് ആക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിതൊരു ലോഗ് പോലെ ആക്കിയിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് നല്ല സ്മൂത്ത് ആക്കണം. നമ്മൾ പുറം ഭാഗം ക്രസ്റ്റ് നന്നായിട്ട് സ്മൂത്ത് ആക്കണം. അതിനാണ് ഞാനിങ്ങനെ റോൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് റോൾ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് മിക്ക വീട്ടിലും ഉണ്ടാവില്ല എന്ന് പറയാറുണ്ട്. റെസിപ്പി ഇടുമ്പോൾ ബ്ലോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതില്ലാന്ന്. അപ്പോൾ അങ്ങനെ ആ കോക്കനട്ട് ഇല്ലാത്തവർക്ക് നമ്മൾ വെള്ള എള്ള് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതുകൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. കോക്കനട്ട് പൗഡർ എന്നാണ് മിക്ക ഷോപ്പുകളിലും കാണാറുള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ റോൾ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു 3 ടീസ്പൂണോ ഒക്കെ മതിയാവും ഇപ്പോൾ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാൻ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അതുപോലെ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുത്തതുകൊണ്ട് ഇതിലിപ്പോൾ ഈ സ്വീറ്റിൽ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ അതില്ലാതെ നമുക്കിത് തയ്യാറാക്കാം ഈ സ്വീറ്റ്. അതുപോലെ വെള്ള എള്ളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതും ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഈ സ്റ്റിക്കിനെസ് ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. നമ്മൾ ഇതുപോലെ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ ചെറുതായിട്ടൊരു സ്റ്റിക്കിനെസ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നമുക്ക് കുറഞ്ഞു കിട്ടും. ഇപ്പോൾ ഈ റോള് നന്നായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ നന്നായിട്ട് കോട്ടായിട്ടുണ്ട്.
ഇനി ഇതൊന്ന് ടൈറ്റായിട്ട് നമ്മളിതൊന്ന് റോൾ ചെയ്തെടുക്കണം. അത് വളരെ നിർബന്ധമാണ്. എന്നാലേ ഈ ഷേപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടുള്ളൂ. അപ്പം ഈ ക്ലിം ഫിലിമിൽ തന്നെ നന്നായിട്ട് ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റ് ആക്കിയിട്ട് റോൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ലൂസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ലൈസ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ടൈറ്റായിട്ട് റോൾ ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. അതൊരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായ ശേഷം മാത്രമേ ഇത് സ്ലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ ഇത് സെറ്റ് ആവാതെ നിങ്ങൾ സ്ലൈസ് ചെയ്യരുത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും സെറ്റ് ആവാൻ വെക്കണം. ഇപ്പോൾ 3 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഹാർഡായിട്ടുണ്ട് നമ്മളെ ഈ സ്വീറ്റ്. ഇപ്പം എന്നിട്ട് മാത്രമേ ഇത് സ്ലൈസ് ചെയ്യാൻ പാടുള്ളൂ. നല്ല ഹാർഡായിട്ടുണ്ട്. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കത്തി കൊണ്ട് ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നല്ല ഷേപ്പിൽ ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ലൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ അധികം സെറ്റ് ആവാതെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം 3 മണിക്കൂർ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആവാൻ നോക്കുക. എന്നിട്ട് മാത്രം സ്ലൈസ് ചെയ്യുക. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇത് വളരെ സിമ്പിളാണ് തയ്യാറാക്കാനും. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല ക്രഞ്ചിയും സോഫ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു സ്വീറ്റാണിത്. നല്ല ഹെൽത്തി സ്വീറ്റ് ആയതുകൊണ്ട് ഇത് എപ്പോഴും കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ നിങ്ങൾ എഴുതി അറിയിക്കുക. കമൻറ്റ് ബോക്സിൽ ചേർക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.